നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കാനൊരുങ്ങുന്ന ലോകകപ്പ് മഹാഫൈനൽ. കിരീടം തേടി നിലവിലെ ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും നേർക്കുനേർ പോരാടുമ്പോൾ ആരാധകരും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. തങ്ങളുടെ പ്രതീക്ഷകൾ അവർ പങ്കുവയ്ക്കുന്നു. കാണാം പീപ്പിൾസ് ടോക്ക്. കാത്തിരുന്ന മഹാപോരാട്ടം ഇനി ഒരു മത്സരത്തിന്റെ മാത്രം അകലം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും നേർക്കുനേർ പോരാടുമ്പോൾ ആരാണ് വിജയിക്കുക? ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. രണ്ടാൾ ജയിക്കട്ടെ. സ്പെയിൻ സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിൻ തന്നെ. അതിലെ പാസിംഗ് ഗെയിം. പക്ഷേ അർജന്റീന നല്ല ടഫ് ഗെയിമാണ്. കഴിഞ്ഞ കളി ഭയങ്കര ടഫാണ്ടായി. അവർ ഫുൾ ടാക്ടിക്സ് ഉപയോഗിച്ച് കളിച്ച്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനാണ്. അതുകൊണ്ട് സ്പെയിൻ ജയിക്കട്ടെ എന്ന് പറയുന്നു. അർജന്റീന ഫാനാണ്, അതുകൊണ്ട് അർജന്റീന നിൽക്കുന്നുള്ളൂ. മെസ്സി അല്ലല്ലോ അർജന്റീനയിൽ, മെസ്സി കണ്ട് എല്ലാവരും കളിക്കുന്നു. ഈ ലോകം കാത്തിരിക്കുന്ന ഒരു ആവേശ പോരാട്ടമാണ് ഈ ഫൈനല്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന വീണ്ടും ഒരു കിരീടം നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫൈനൽ സാധ്യത അർജന്റീനയാണ്. മാത്രമല്ല, ഒരു അവസാന നിമിഷം വരുമ്പോൾ നന്നായി കളിച്ച് കപ്പ് വിജയത്തിലെത്തുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അർജന്റീന ജയിപ്പിക്കണം എന്നുള്ളൊരു വാശി ഫിഫയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു എന്ന് തോന്നണേ. അങ്ങനെ എല്ലാ കളികളിലും അങ്ങനെ ഒരു എന്തൊക്കെ ഒരു തട്ടിപ്പ് ഫിഫയ്ക്ക് അർജന്റീനയെ ജയിപ്പിച്ചേ പറ്റുമോ എന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കപ്പടിക്കുക മിക്കവാറും സ്പെയിനായിരിക്കും. ഇനി അത് തന്നെ ഫിഫ ദാനം ചെയ്യുമോ അർജന്റീനയ്ക്ക് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. അടിക്കാനേ സാധ്യത. അർജന്റീന അത്ര ഇഷ്ടമാണോ? കളി കാണാറുണ്ടോ? അവർ കപ്പടിക്കോ? പറയാൻ കാരണം എന്താ? കളിക്കോ? നന്നായി കളിക്കാം. സ്കൂളിലേക്ക് പോകുമ്പോൾ അർജന്റീനയുടെ കാര്യം പറയാറുണ്ടോ? അർജന്റീന പ്രശ്നം എന്തായാലും കപ്പടിക്കും. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു, പ്രാവശ്യം അടിക്കും. എന്തായാലും കപ്പടിച്ചിരിക്കും. അച്ഛനെന്താ പറയുക? ഞാൻ അർജന്റീന ഫാനാണ്. പക്ഷേ കളി എന്ന് പറയുമ്പോൾ നോക്കിയാൽ സ്പെയിനും അർജന്റീനയും ഈക്വലാണ്. പക്ഷേ ലാസ്റ്റ് ഇതിൽ അർജന്റീനയ്ക്കാണ് മുൻതൂക്കം ഉണ്ടാവുക. കാരണം അർജന്റീന ജയിക്കണം എന്നാണ് എല്ലാവരെ പോലെ ഞങ്ങളുടെ ആഗ്രഹം. നന്നായി കളിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ പിന്നിൽ നിന്നാലും ലാസ്റ്റ് ടൈമിൽ കയറി വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സ്പെയിൻ ഒട്ടും മോശമല്ല, നല്ല ടീമാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കണം എന്നാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അയാൾ നിന്നും ഫോമിലാണെങ്കിൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പ്രാപ്തിയുള്ള കളിക്കാരനാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ. അർജന്റീന ഇത്ര നേരം മുന്നോട്ട് പോയി, അവരെന്നെ കപ്പടിക്കും. അതിലാണ് നല്ല കളിക്കാരുള്ളത്. ഇപ്പോഴത്തെ കളിയിലൊരു ഇത് വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനാണ്. കാരണം സ്പെയിൻ ഇപ്പോൾ എല്ലാ മേഖലയിലും ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ അവരുടെ ഫോർവേഡ് മാത്രമാണ്, മുന്നേറ്റത്തിന് മാത്രമാണ്. ബാക്കി എല്ലാവരും സെറ്റാണ്. ഫ്രാൻസിനെ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ടീം ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിനെ തോൽപ്പിച്ച് അവർ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അർജന്റീനയും സ്പെയിനും കൂടി വരുമ്പോൾ ഞാൻ കൂടുതൽ ചാൻസ് കാണുന്നത് സ്പെയിനാണ്. ഫൈനലിൽ തീർച്ചയായിട്ടും അർജന്റീന തന്നെയായിരിക്കും കപ്പടിക്കുക. 2-1 അർജന്റീന 100% ജയിച്ചിരിക്കും. അതെ 100%. മെസ്സി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഫുട്ബോളാണ്. അതുകൊണ്ട് മെസ്സി ഉള്ളിടത്തോളം കാലം അർജന്റീന 100% ആയിട്ട് അർജന്റീന ഈ രണ്ടാമതും കപ്പടിക്കാനുള്ള എല്ലാ ഇതിലുമുണ്ട്. 2 ഗോൾ അടിക്കും അർജന്റീന, 1 ഗോൾ സ്പെയിൻ അടിക്കും. അത് 2 ഗോൾ. അത് നേരത്തെ തന്നെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മെസ്സി സ്പെയിനിൽ കളിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആ പ്രഗത്ഭനായ കളിക്കാരനോട് ഒത്തുചേർന്ന് കളിച്ചിരുന്ന പ്ലെയേഴ്സാണ് മറ്റുള്ളതെല്ലാം. അപ്പോൾ മെസ്സിക്ക് അറിയാം. മെസ്സിയുടെ തന്ത്രങ്ങൾ ഒരു പരിധി വരെ അവർക്കറിയാം. പക്ഷേ പുതിയൊരു സ്പെഷ്യൽ ട്രിക്ക് അയാളുടെ അടുത്തുണ്ട് എന്നാണ് തോന്നണത്. സ്പെയിന് ലാസ്റ്റ് കളി നന്നായിട്ട് കളിച്ചിട്ട് തന്നെ ജയിക്കണം അർജന്റീന. കളിക്കാണ്ട് ആർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാവരും ഫിഫ പോയിന്ന് കമ്മിറ്റി ടീം എന്നൊക്കെ പറയുന്നുണ്ട്. അവർ തോറ്റു, അവർക്ക് കഴിവില്ലാതെ അവർ തോറ്റു. ഞാൻ ജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അതുമില്ല കുറ്റം പറയാ. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കി തോക്കുമ്പോ ഉണ്ടാക്കി പറയേ. യമ്മാലൊന്നും കടക്കൂല, അങ്ങോട്ട് സെൻറ്റർ കടക്കൂല. മെസ്സി 2 ഗോൾ അടിക്കും, 3-1 ജയിക്കും. ഫസ്റ്റ് അവരടിക്കും, പിന്നെ തിരിച്ച് 3 അടിക്കും. ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ച സർക്കാർ.
സ്കൂളുകൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് നിർദ്ദേശം നൽകിയത്. അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മന്ത്രിമാർ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് അവധി പ്രഖ്യാപിച്ച് വാർത്ത വന്നത്. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി നൽകുന്നത്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ലെന്നും സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. കളി കണ്ട് പുലർച്ചെ ഉറങ്ങുന്ന ആരാധകർക്ക് തിങ്കളാഴ്ച ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എത്താനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവധിക്കായുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ആർത്താറ്റ് ഹോളിക്രോസ് CBSE സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തോടൊപ്പം ചേർന്ന് മിനി വേൾഡ് കപ്പ് നടന്നു. ആർത്താറ്റ് ഹോളിക്രോസ് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫിൽ വെച്ചാണ് കുന്നംകുളം മേഖലയിലെ 4 CBSE സ്കൂളുകൾ ഒരുമിച്ചുള്ള മിനി വേൾഡ് കപ്പ് സൗഹൃദ മത്സരമൊരുക്കിയത്. ടർഫിന്റെ ഉദ്ഘാടനം തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ കൊളമ്പ്രത്ത് നിർവഹിച്ചു. തുടർന്ന് ചാവക്കാട് രാജ CBSE സ്കൂളും ഹോളിക്രോസ് സ്കൂളും തമ്മിലുള്ള ആദ്യ സെമിഫൈനൽ മത്സരവും, തുടർന്ന് ഇയാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളും കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളും തമ്മിലുള്ള രണ്ടാമത്തെ സെമിഫൈനൽ മത്സരവും നടന്നു. ഫൈനൽ മത്സരത്തിന് മുമ്പായി മിനി വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ആവേശം പകരുവാൻ കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു. ഫൈനലിൽ വിജയികളായ ചാവക്കാട് രാജ സ്കൂളിന് വേൾഡ് കപ്പ് ട്രോഫി സമ്മാനിച്ചു. രണ്ടാം സ്ഥാനം കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ കരസ്ഥമാക്കി. മത്സരങ്ങൾക്ക് ഹോളിക്രോസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, ഫിനാൻസ് മാനേജർ ഫാദർ ഫെബിൻ കുത്തൂർ, സ്കൂൾ ഫിസിക്കൽ ട്രെയിനർ PG ധനിയൻ എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് ഫുട്ബോൾ ഇന്ന് കറന്റ് കട്ടില്ല. സംസ്ഥാനത്ത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്ന് 200 മെഗാവാട്ട് വൈദ്യുതി ഇന്നു മുതൽ ലഭ്യമാകും. യൂണിറ്റിന് 5.96 രൂപ നിരക്കിലാണ് ഈ വൈദ്യുതി വാങ്ങുന്നത്. ഇതിലൂടെ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSEB. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടക്കുന്നതിനാൽ ഇന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഒഴിവാക്കാനുള്ള നടപടികളുമായി KSEBയും വൈദ്യുതി വകുപ്പും മുന്നോട്ടു പോവുകയാണ്. കേന്ദ്ര വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളിൽ നിന്ന് അധിക വിഹിതം ലഭ്യമാക്കാൻ ശ്രമം തുടരുന്നു. വരാനിരിക്കുന്ന ഓണക്കാലത്തിന് മുമ്പായി വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാനാണ് KSEB ലക്ഷ്യമിടുന്നത്. മറ്റു വാർത്തകൾ. ഹാഷിഷ് ഓയിലുമായി ചൂണ്ടലിൽ നിന്നും യുവാവിനെ പിടികൂടി കുന്നംകുളം പോലീസ്. സ്രാമ്പിക്കൽ വീട്ടിൽ 38 വയസ്സുള്ള രഞ്ജിത്താണ് ചൂണ്ടൽ കുന്നിൽ നിന്ന് അനധികൃതമായി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസിന്റെ പിടിയിലായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ K. രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. പോലീസ് സംഘം ചൂണ്ടൽക്കുന്നിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസ് വാഹനം കണ്ട് പരിഭ്രമിച്ച് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ച രഞ്ജിത്തിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കറുത്ത നിറത്തിൽ പശ പോലുള്ള വസ്തു കണ്ടെത്തുകയും പരിശോധനയിൽ ഇത് ഹാഷിഷ് ഓയിലാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 0.55 ഗ്രാം ഹാഷിഷ് ഓയിൽ ഇയാളുടെ കൈവശമുള്ളതായി കണ്ടെത്തി. അമിത ലാഭത്തിനായി വിൽപ്പന നടത്തുന്നതിനും സ്വന്തം ഉപയോഗത്തിനുമായി ലഹരിമരുന്ന് കൈവശം വെച്ചതിന് NDPS നിയമപ്രകാരം കേസെടുത്താണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തെരുവുനായ ശല്യം. ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകി. സ്കൂൾ വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ, സ്ത്രീകൾ, കാൽനട യാത്രക്കാർ, ഇരുചക്രവാഹന യാത്രക്കാർ എന്നിവർക്കെല്ലാം തെരുവുനായകളുടെ ആക്രമണ ഭീഷണി മൂലം വലിയ ആശങ്കയാണ് നേരിടേണ്ടി വരുന്നത്. പല പ്രദേശങ്ങളിലും കൂട്ടമായി അലഞ്ഞുതിരിയുന്ന നായകൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും യാത്രാ സുരക്ഷയെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം സമർപ്പിച്ചത്. KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് K, മറ്റു ഭാരവാഹികളായ നിജിൽ ജോസ്, ജെറിൻ ജെയ്സൺ, അംഗങ്ങളായ ഗബ്രിയേൽ B കാക്കശ്ശേരി, ആൽഫ്രഡ് ഫ്രാൻസിസ്, ആശീർവാദ് PR, അലക്സ് ഫ്രാൻസിസ്, ആൽവിൻ ഗ്രേസൺ, ആൽബിൻ PR എന്നിവരാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം കൈമാറിയത്. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി. കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് ചൊവ്വന്നൂർ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഔഷധ ഗുണമുള്ള മരുന്നുണ്ടകൾ നിർമ്മിച്ചു. എരുമപ്പെട്ടി ഫൊറോന മാതൃവേദി ഭാരവാഹികളുടെ യോഗത്തിലാണ് മരുന്നുണ്ടയുടെ വിതരണോദ്ഘാടനം നടന്നത്. ഫൊറോന മാതൃവേദി ആനിമേറ്റർ ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കലിന്റെ
മുഖ്യ കാർമ്മികത്വത്തിൽ ഫൊറോന മാതൃവേദി പ്രസിഡന്റ് ശ്രുതിക്ക് മരുന്നുണ്ട നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃവേദി ആനിമേറ്റർ സിസ്റ്റർ വിദ്യ, പ്രസിഡന്റ് ഷൈന ജെയ്സൺ, സെക്രട്ടറി ബീന ആന്റണി, ട്രഷറർ ഓമന ലാസർ എന്നിവരും വിവിധ മാതൃവേദി അംഗങ്ങളും നേതൃത്വം നൽകി. കർക്കടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പരമ്പരാഗത രീതിയിലാണ് മരുന്നുണ്ടകൾ തയ്യാറാക്കിയത്. പഴഞ്ഞി മാർബസേലിയോസ് സ്കൂളിൽ സംഘടിപ്പിച്ച ആപ്പിൾ ഡേ ആഘോഷം വർണ്ണാഭമായി. ചുവപ്പും പച്ചയും നിറങ്ങളാൽ അലങ്കരിച്ച സ്കൂൾ ക്യാമ്പസിലേക്ക് ആപ്പിൾ തീമിൽ വേഷവിധാനങ്ങൾ അണിഞ്ഞ് എത്തിയ കുട്ടിക്കൂട്ടങ്ങൾ ഏവരുടെയും മനം കവർന്നു. ഹെഡ്മാസ്റ്റർ ജെയ്ബിളസ് ജോർജ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. മറീന ബിജു സന്ദേശം നൽകി. പലതരം ആപ്പിൾ വിഭവങ്ങളും ആപ്പിൾ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ ഒരുക്കിയ വിവിധ കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റേകി. KG 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രസംഗം, കളറിംഗ്, ഡാൻസ്, ആക്ഷൻ സോങ് തുടങ്ങി വിവിധ പരിപാടികളും ശ്രദ്ധേയമായി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ നടത്തിയ ആപ്പിൾ ഡേ വിദ്യാർത്ഥികളിൽ ആരോഗ്യബോധവും പോഷകാഹാരത്തോടുള്ള താൽപ്പര്യവും വളർത്തുന്നതിന് സഹായകരമായെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞു. അധ്യാപകരായ നിസ വർഗീസ്, ഷിൻഡു ഷിജു, ഷാനിബ റസാഖ്, ഫെമി അജീഷ്, സ്മിനു, ശ്രീജ, നിവേദിക, ചിഞ്ചിത എന്നിവർ നേതൃത്വം നൽകി. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ 26ാമത് വാർഷിക സമ്മേളനം കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നടന്നത്. രാവിലെ 9-ന് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് CD റോയ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് രജിസ്ട്രേഷനും പ്രാർത്ഥനയ്ക്കും അനുശോചനത്തിനും ശേഷം നടന്ന പൊതുസമ്മേളനം AAWK സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ലൈൻ പദ്ധതി വിശദീകരണവും മുഖ്യപ്രഭാഷണവും അദ്ദേഹം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. യൂണിറ്റ് പ്രസിഡന്റ് CD റോയ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അവാർഡ് വിതരണവും വാഹന വർക്ക്ഷോപ്പ് നിയമങ്ങൾ എന്ന വിഷയത്തിൽ പ്രത്യേക സെമിനാറും സംഘടിപ്പിച്ചു. കുന്നംകുളം SHO SR സനീഷ് സെമിനാറിന് നേതൃത്വം നൽകി. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരാൾ എന്ത് ആവശ്യത്തിന് തന്നെ വന്നിരുന്നാൽ പോലും അയാളുടെ പേരും വിവരങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. നന്നായി പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിലും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കൂ. ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ കൊണ്ട് അവരെന്ത് ചെയ്യിക്കും? ഒരു ബില്ലടിപ്പിക്കും. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബില്ലടിപ്പിക്കും. അതിൽ ഒരു തുച്ഛമായ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് എന്നതിലുപരി അവിടെ വരുന്ന എല്ലാവരുടെയും വിവരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. എന്തിനു വന്നു, ആരെ കാണാൻ വന്നു, എപ്പോൾ വന്നു, എല്ലാം കിട്ടുന്നുണ്ട്. തുടർന്ന് നടന്ന ബോണ്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ നിർവഹിച്ചു. തിരിച്ചറിയൽ കാർഡ് വിതരണവും ക്ഷേമനിധി ആൻഡ് ലൈഫ് ലൈൻ പദ്ധതികളിൽ പുതിയ അംഗങ്ങളെ ചേർക്കലും നടന്നു. സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ പ്രസിഡന്റ് ES വിജയ് ഭാരത്, ജില്ലാ സെക്രട്ടറി PC ജോസഫ് എന്നിവരും സംഘടനയും സാമ്പത്തിക ചടക്കവും എന്ന വിഷയത്തിൽ ജില്ലാ ട്രഷറർ KC ജോർജനും സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി PG വിശാൽ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ VG യേശുദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വരും വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. സംഘടന ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR റോയ്, യൂണിറ്റ് രക്ഷാധികാരിയും ഫൗണ്ടർ മെമ്പറുമായ PV ജോസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CK ഷാജി, ട്രെയിനിംഗ് ചെയർമാൻ VL ജാക്സൺ, വെൽഫെയർ ഭാരവാഹി AS സുരേഷ് ബാബു, ക്ഷേമനിധി പ്രതിനിധി CV സുധി, മെമ്പർഷിപ്പ് ഭാരവാഹി KV തോമസ്, M24 AAWK മീഡിയ പ്രതിനിധി PA ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി PG വിശാൽ സ്വാഗതവും ജനറൽ കൺവീനർ KP ഷിബുകുമാർ നന്ദിയും പറഞ്ഞു. സംസ്ഥാന ആയുഷ് വകുപ്പും പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് അക്കിക്കാവ് പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ജയരാമൻ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ KK രതീഷ്, പ്രിയ ഹരികുമാർ, വിജിത പ്രജി, പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീത, ഡോക്ടർ മിതു എന്നിവരും കടവലൂർ, ചൂണ്ടൽ എന്നീ ആയുർവേദ ഡിസ്പെൻസറികളിലെ ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി മുന്നംഗവും DYFI നേതാവുമായിരുന്ന PV സുരേഷ് ബാബുവിന്റെ 6ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
ഏറത്ത് നടന്ന ദിനാചരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.വി. ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി പി.എ. ഷൈൻ അധ്യക്ഷനായി. പി.ജി. സുബിദാസ്, ടി.കെ. ചന്ദ്രൻ, ടി.എൻ. ലെനിൻ, വി.എ. പ്രമോദ്, ശ്രീകുമാർ വാഗ, കെ.ടി. മനോഹരൻ, ടി.കെ. സഞ്ജിത്ത്, കെ.എം. പരമേശ്വരൻ, പി.കെ. പ്രേംകുമാർ, പി.എസ്. ശ്രീരാഗ്, സനിൽ കുന്നത്തുള്ളി, പി.എസ്. ഷാഹുൽ എന്നിവർ സംസാരിച്ചു. പുന്നയൂർകുളം ചമ്മനൂർ ജുമാ മസ്ജിദിൽ ഖത്തീബായും നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ അധ്യാപകനായും ദീർഘകാലം സേവനം ചെയ്തിരുന്ന ഉസ്താദ് അലി ദാരിമിക്ക് ചമ്മനൂർ മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടത്തിയ പരിപാടി മഹല്ല വൈസ് പ്രസിഡന്റും തൊഴിയൂർ ICA കോളേജ് വൈസ് പ്രിൻസിപ്പാളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറുമായ ഡോക്ടർ I.P. അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല കമ്മിറ്റി അധ്യക്ഷൻ അറക്കൽ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മഹല്ല ജുമാ മസ്ജിദ് പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ അലി പഷ്ണത്തയിൽ, അബുദാബി കമ്മിറ്റി പ്രതിനിധി ബാപ്പു വലിയകം, മഹല്ല കമ്മിറ്റി മെമ്പർ അബ്ദുറഹ്മാൻ കുന്നങ്കാട്ടിൽ, ഖാലിദ് അറക്കൽ, കുഞ്ഞുമോൻ കോട്ടത്തയിൽ, മഹല്ല കമ്മിറ്റി മുൻ ട്രഷറർ PC മുഹമ്മദ് ഉണ്ണി, മഹല്ല മെമ്പർ റസാഖ് പാവുരയിൽ, ഖത്തർ കമ്മിറ്റി പ്രതിനിധി ഫൈസൽ പന്തലായിൻ തറയിൽ എന്നിവർ സംസാരിച്ചു. മഹല്ല കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ഉസ്താദിന് മൊമന്റോ നൽകി. മഹല്ല സെക്രട്ടറി ഷഫീഖ് വലിയ വളപ്പിൽ സ്വാഗതവും ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞി മുഹമ്മദ് നന്ദിയും പറഞ്ഞു. കേരള അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഉപജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച അലിഫ് അറബിക് ടാലന്റ് സെർച്ച് പരീക്ഷയിൽ RT മുഹമ്മദ് ഷയാൻ 1ാം സ്ഥാനം നേടി. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KP രഞ്ജിത് കുമാറിൽ നിന്ന് മുഹമ്മദ് ഷയാൻ ഉപഹാരം ഏറ്റുവാങ്ങി. അധ്യാപകരായ ഡോക്ടർ അനീസ് ഹുദവി, കാമിൽ മുനീർ, ഹാരിസ്, ഷബ്ന, സുബൈദ, സൽമാനുൽ ഫാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയെ സ്തുതിച്ചൊരുക്കിയ സംഗീത ഓഡിയോ ആൽബം ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ തിരുമേനി ഓഡിയോ ആൽബത്തിന്റെ CD പ്രകാശനം ചെയ്തു. കോലടി തിരൂർ പേരയിൽ ശങ്കരൻ നായരാണ് സംഗീതാൽബത്തിന്റെ നിർമ്മാണം. രഞ്ജിത്ത് രാജഗോപാൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് UAE-യിൽ താമസക്കാരിയായ സോണിയ ശ്യാമാണ്. സോണിയ ശ്യാമിന്റെ ഭർതൃപിതാവ് കൂടിയാണ് നിർമ്മാതാവ് ശങ്കരൻ നായർ. കണ്ണൂർ മൃദഗ ശൈലേശ്വരി ക്ഷേത്രം, വടകുറുമ്പ ക്ഷേത്രം എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം സംഗീതാൽബങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ സോണിയ നിരവധി സംഗീതാൽബങ്ങളിലും പാടിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പാട്ടിന്റെ അണിയറ പ്രവർത്തകരെ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വടക്കുംപാട്ട് നാരായണൻ തിരുമേനി ഫലകവും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ക്ഷേത്രകൊടി നിർമ്മാണത്തിനായി ഭക്തരുടെ സംഭാവനകൾ പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധവും കച്ചവട സ്ഥാപനങ്ങളിൽ മെഴുകുതിരി വിതരണവും സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന യുവജന പ്രതിഷേധം DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. മേഖലാ ട്രഷറർ VM നിസാം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK അജാസ്, AK സനൽ, റാഷിദ്, മുത്തലീഫ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പ്രഭാതങ്ങളോടൊപ്പം 66 വർഷമായി സഞ്ചരിക്കുകയാണ് ഒറ്റപ്പിലാവ് സ്വദേശി AK കുഞ്ഞുപ്പ. ചാലിശ്ശേരി അങ്ങാടിക്കാർക്കിടയിൽ ഇദ്ദേഹം ആര് പറഞ്ഞ് എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വിശ്വസ്തനായ മീൻ വ്യാപാരിയായി 77ന്റെ നിറവിലും പ്രായത്തെ വെല്ലുവിളിച്ച് മീൻ വിൽപ്പന തുടരുകയാണ് കുഞ്ഞുപ്പ. ഒറ്റപ്പിലാവ് അമ്പലത്ത് വീട്ടിൽ കോയക്ക പാത്തുണ്ണി ദമ്പതികളുടെ മൂത്ത മകനായ കുഞ്ഞുപ്പ പെരുമ്പിലാവ് അറയ്ക്കൽ LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് പിതാവിന്റെ പാത തുടർന്ന് 10ാം വയസ്സിൽ മീൻ വിൽപ്പനയിലേക്ക് ഇറങ്ങി. തലയിൽ മീൻകുട്ടയേന്തി ചാലിശ്ശേരിയിലേക്ക് കാൽനടയായി എത്തി വീടുകൾ കയറിയിറങ്ങിയായിരുന്നു തുടക്കം. ഉണക്കമീനും പച്ചമീനും നിറച്ച കൊട്ടയിലെ ഐസ് വെള്ളം തലയിൽ വീഴാതിരിക്കാൻ കോട്ടൺ തുണി കെട്ടിയാണ് കിലോമീറ്ററുകൾ നടന്നിരുന്നത്. പുലർച്ചെ ചൂട്ട് കത്തിച്ച് വെളിച്ചത്തിൽ നടന്നാണ് ചാലിശ്ശേരി മീൻ മാർക്കറ്റിലെത്തിയിരുന്നത്.
അക്കാലങ്ങളിൽ കടവല്ലൂർ, ആലംകോട്, നന്നമുക്ക്, കപ്പൂർ, നാഗലശ്ശേരി തുടങ്ങിയ സ്ഥലത്തു നിന്ന് മീൻ വാങ്ങാൻ ആളുകൾ എത്തിയിരുന്നത് ചാലിശ്ശേരിയിലെ മീൻ മാർക്കറ്റിലായിരുന്നുവെന്ന് കുഞ്ഞുപ്പുക്ക പറയുന്നു. ചങ്ങരംകുളത്തൊക്കെ മീൻ പഠിക്കാൻ പറ്റും. ചങ്ങരംകുളത്തൊക്കെ മീൻ പഠിക്കാൻ അന്ന് ലോഡില്ലല്ലോ പറഞ്ഞ ഉരുളക്കാരല്ലേ ബസ്സൊക്കെ അന്നത്തെ കാലത്ത് ബസ്സൊന്നുമില്ലോ, ഒരു ബസ്സില്ല. സാധാരണ വണ്ടി ഉണ്ടാവും ഇവിടെ ചാച്ചിരി വണ്ടിയൊന്നുമില്ല. 21 വയസ്സിൽ സൈക്കിൾ സ്വന്തമാക്കിയതോടെ കുന്നംകുളം, പൊന്നാനി, കൊടുങ്ങല്ലൂർ, ചേറ്റുവ വരെ സൈക്കിൾ ചവിട്ടി മത്സ്യം വാങ്ങുവാനായി വന്നിരുന്നു. കൊടുങ്ങല്ലൂരിന് മീനായിട്ട് ചാവക്കാട് വരെ എത്തും. അപ്പോൾ ചേറ്റുവ അവിടെയാണ്, ഇവിടെ ചേറ്റുവായത്. അവിടുന്ന് ചേറ്റുവ അവിടെ അടിച്ചാൽ സുഖമാണ്. അപ്പോൾ 10 മണിക്ക് ചാവക്കാട് എത്തി അവിടെ ആണെങ്കിൽ കൊടുക്കും. അവിടെ നടന്നിട്ട് ഇങ്ങനെ തടിയും കൂടി ഇങ്ങനെ പോകും. സൈക്കിളിൽ വീടുകളിലെത്താൻ സമയം വൈകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ പകരം ഇരുചക്രവാഹനമാക്കി. ഇപ്പോൾ 5 വർഷമായി TVS സ്കൂട്ടറിലാണ് യാത്ര. മഴയോ വെയിലോ നോക്കാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചാലിശ്ശേരിയിലെത്തുന്ന കുഞ്ഞുപ്പുക്കയെ നാട്ടുകാർ ഒരു സാധാരണ മീൻകാരനായല്ല, കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. ആര് പറഞ്ഞു ചായച്ചിരി അങ്ങാടി എന്തോ ആര് പറഞ്ഞ ആളാ വരുന്നെന്ന് പറഞ്ഞു. ഇവിടെ അറിയില്ല, ചായച്ചിരി അങ്ങാടി ആര് പറഞ്ഞ എല്ലാവരും അറിയും. ജീവിതത്തിലെ പ്രയാസങ്ങളെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട കുഞ്ഞുപ്പുക്കയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും വിശ്വാസ്യതയുടെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃകയാണ്. തൊഴിലെന്നാൽ ആത്മാർത്ഥതയും ഉപഭോക്താവിനോടുള്ള വിശ്വാസവുമാണ് എന്ന സന്ദേശമാണ് ഇദ്ദേഹം യുവതലമുറയ്ക്ക് നൽകുന്നത്. ആദ്യകാലങ്ങളിൽ ചാലിശ്ശേരിയിലെ പടിഞ്ഞാറെ പള്ളി പെരുന്നാൾ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യവില്പന നടക്കാറുള്ളതെന്നും അവയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര ദിനങ്ങളെന്നും കുഞ്ഞുപ്പുക്ക പറഞ്ഞു. നിലവിൽ ട്രോളിംഗ് നിരോധനം തുടരുന്നതിനാൽ മത്സ്യലഭ്യത കുറവാണെങ്കിലും ജൂലൈ 31-ന് നിരോധനം അവസാനിക്കുന്നതോടെ വിൽപ്പന കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞുപ്പുക്ക. ഒറ്റപ്പിലാവിൽ താമസിക്കുന്ന കുഞ്ഞുപ്പുക്കയുടെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം ഇന്നും ചാലിശ്ശേരി തന്നെയാണ്. 6.5 പതിറ്റാണ്ടിലേറെയായി ഒരു നാടിന്റെ വിശ്വാസം നേടിയെടുത്ത ഈ മീൻ വ്യാപാരി കാലം മാറിയിട്ടും തൊഴിൽ മൂല്യങ്ങളും മനുഷ്യബന്ധങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ പുഞ്ചിരിച്ച് തന്റെ യാത്ര തുടരുകയാണ്. CPM-നെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി EDയുടെ കള്ളക്കേസുകൾക്കും വേട്ടയാടലുകൾക്കുമെതിരെ CPM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം KJ ബിജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ, ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ NA ബാലചന്ദ്രൻ, VV തിലകൻ, കബീർ മാസ്റ്റർ, EV മജ്നു, അഡ്വക്കേറ്റ് സിന്ധു ഷാജു, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ എന്നിവർ സംസാരിച്ചു. കരിക്കാട് അല്ലമീൻ സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥി നേതാക്കൾക്ക് ചുമതല കൈമാറുന്ന ചടങ്ങും നടത്തി. കുന്നംകുളം SI ലോഫി രാജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ പഠന ക്ലാസുകൾക്ക് ഷെറിൻ കളത്തിൽ, സുരേഷ് കുമാർ, കമറുൽ ജമാൽ എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിൽ സ്കൂൾ മാനേജർ അബു മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജമാൽ കരിക്കാട്, PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകർ സ്കൂൾ ലീഡർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ നാസർ സ്വാഗതവും അലമീൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ ഗനി നന്ദിയും പറഞ്ഞു. CPM-നെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ED നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങൾക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരായും CPM പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മാമാ ബസാറിൽ നടന്ന പ്രതിഷേധ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MA ഷാജി, ബിന്ദു അജിത് കുമാർ, CM ഹാരിസ്, CB സതീഷ് എന്നിവർ സംസാരിച്ചു. CCC ഗുരുവായൂരിന്റെ 892ാമത് പ്രോഗ്രാം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഈശ്വരന്റെ തിരക്കഥ എന്ന നാടകത്തിന്റെ അവതരണമാണ് നടക്കുക. ഗുരുവായൂർ ടൗൺ ഹാളിലാണ് നാടകാവതരണം.
ഇയാൾ ശ്രീമൂകാംബിക വിദ്യാനികേതനിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാവിലെ സ്കൂൾ അസംബ്ലിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വെള്ളാർക്കാട് VSUP സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് വിജയശ്രീ ഗോപാലകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ PD ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥി വിജയശ്രീ ഗോപാലകൃഷ്ണൻ, സ്കൂൾ സെക്രട്ടറി ബേബി ഗോപാലൻ എന്നിവർ ചേർന്ന് രാമായണ പാരായണം നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭക്തിസാന്ദ്രമായ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു. സ്കൂൾ സെക്രട്ടറി ബേബി ഗോപാലൻ, LKG അധ്യാപിക ഷീല, സ്കൂൾ പ്രിൻസിപ്പൽ ബൈജു എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ രാമായണ പാരായണവും ക്വിസ് മത്സരങ്ങളും നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ചരമം. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മനയിൽ മോഹൻദാസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രേമലത ഭാര്യയാണ്. മിത, മിതേഷ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തിരുവങ്കിടം കാഞ്ഞിരത്തിങ്കൽ മാഗി നിര്യാതയായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ജോസഫാണ് ഭർത്താവ്. രഹന, രാഗി, റിജിൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.